നമസ്കാരം. എല്ലാവർക്കും റെയിൻബോ വില്ലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവിന്റെ റെസിപ്പി കണ്ടാലോ? പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട. ഈവൻ കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റിയാണ്, ഒപ്പം ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത 1 കപ്പ് ക്യാരറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റാണിത്. അപ്പം 7, 8 ലഡു ഉണ്ടാക്കാനായിട്ട് ഒരു ക്യാരറ്റ് തന്നെ ധാരാളം മതിയാവും. അടുത്തതായി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനൊരു 1/4 കപ്പ് പാൽപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാഷ്നട്ടും 1 ടേബിൾ സ്പൂൺ ബദാമും പിന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കടല ഉണ്ടെങ്കിൽ കടല ഇട്ട് കൊടുത്താലും നല്ലതാണ്. എല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഹണി ഇല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈകൊണ്ട് കുഴക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ക്യാരറ്റിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിക്സ്ചർ ഈ പാനിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ആദ്യം തന്നെ നമ്മൾ പാനിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചല്ലോ. അപ്പോൾ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ഒഴിക്കാതെ വേണമെങ്കിലും ഇത് ഫ്രൈ ആക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. അതല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചാലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഇളക്കുന്നതിനിടയ്ക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഏലക്കയുടെ രുചിയൊന്നും അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. വളരെ വളരെ രുചികരമാണ് ഇതൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെയും. ക്യാരറ്റ് ഒന്നും അങ്ങനെ ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പാൽപ്പൊടിയുടെയും ഹണിയുടെയും ഒക്കെ പിന്നെ ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു നനവുണ്ടല്ലോ, ആ നനവൊന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കും എപ്പോഴും നല്ലത്. മറ്റേതാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ വെള്ളമയം ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ഉരുണ്ട് കിട്ടുന്ന പാകമായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഒരുപാടിട്ട് അങ്ങ് ഇളക്കി ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് ചെറു ചൂടോടെ ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി കൈവച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. സാധാരണ ലഡുവിൻ്റെ ഒക്കെ ഒരു വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്കിത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും എങ്ങനെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന്. എങ്കിലും ഞാനൊന്ന് പറയാം. നമ്മുടെ ചിരവിയ തേങ്ങ നന്നായിട്ട് ഫ്രൈങ് പാനിലിട്ട് അതിൻ്റെ വെള്ളമയമൊക്കെ പോകുന്നത് വരെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താലും മതി. അപ്പോൾ തേങ്ങ ചിരണ്ടുമ്പോൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ബ്ലാക്ക് പോർഷൻ ഒഴിവാക്കി വൈറ്റ് പോർഷൻ മാത്രം എടുത്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ലഡൂസ് എല്ലാം വളരെ ഭംഗിയായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടാനായിട്ട് ഇതിൻ്റെ എല്ലാം മുകളിലായിട്ട് ഓരോ പീസ് പിസ്താഷ്യോ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി ലഡു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാമോ? ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.